എം മണി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ പി സദാശിവം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു. എം മണി ആയ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടുകൂടിയും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷാപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. എം മണി മന്ത്രിയാകുമ്പോൾ വളരെയധികം സന്തോഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആശാനാണ്. മണി ആശാന് രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ പകർന്നു നൽകിയ ഡോക്ടർ KM വാസുകുട്ടൻ. ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ അവരോടൊപ്പം നിൽക്കുന്ന നേതാവിന് അർഹിക്കുന്ന സ്ഥാനമാണ് ഇപ്പോൾ ലഭിച്ചതെന്ന് മണിയാശാന്റെ ആശാൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. എല്ലാവർക്കും എം മണി പ്രിയപ്പെട്ട മണിയാശാനാണ്. എന്നാൽ മണിയാശാന് ഒരു ആശാനുണ്ട്. അതാണ് ഡോക്ടർ KA വാസുകുട്ടൻ. അരനൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട് ആ കാഞ്ഞിരപ്പള്ളി ചേനപ്പടിയിൽ നിന്നും ഇടുക്കി കുഞ്ചത്തണ്ണിയിലേക്ക് കുടിയേറിയ കർഷക കുടുംബത്തിലെ അംഗമായിരുന്നു വാസുകുട്ടൻ. കുഞ്ചത്തണ്ണിയിലും മൂന്നാറിലുമായി പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ വാസുകുട്ടനായിരുന്നു ആ പ്രദേശത്തു നിന്നും ആദ്യമായി കോളേജിൽ പോയ വ്യക്തി. കുഞ്ചത്തണ്ണിയിലെ വായനശാലയിലൂടെയാണ് വാസുകുട്ടൻ എം മണിയുടെ രാഷ്ട്രീയ ഗുരുവായത്. സഖാവ് എം മണിയുമായിട്ട് ദീർഘകാലമായിട്ടുള്ള ഒരു ബന്ധമാണ് എനിക്ക് ഉള്ളത്. ഏതാണ്ട് 50 വർഷക്കാലത്തെ പിന്നിലേക്ക് ഞങ്ങളുടെ ഓർമ്മകൾ അങ്ങനെ കടന്നു പോകും. കുഞ്ചത്തണ്ണിയിൽ ദേശീയ വായനശാല എന്നൊരു വായനശാലയുണ്ട്. ആ വായനശാല ആയിരുന്നു ഞങ്ങളുടെ എല്ലാവരും കേന്ദ്രം. ഞാൻ അവിടെ നിന്ന് മടങ്ങി ഈ കുഞ്ചത്തണ്ണിയിൽ ചെല്ലുമ്പോൾ എൻ്റെ ബാഗിലുണ്ടാകുന്നത് കമ്മ്യൂണിസ്റ്റ് പുസ്തകങ്ങളാണ്. ഇതെല്ലാം കൊണ്ടുവന്ന് വായനശാലയിലിരുന്ന് രാത്രി ഇരുന്ന് വായിക്കുക എന്നുള്ളത് ഞങ്ങളുടെ സ്വഭാവമായിരുന്നു. ഞങ്ങൾ ഇതെല്ലാം ആവേശത്തോടുകൂടി അന്ന് വായിച്ച നാളുകൾ ഓർമ്മിക്കുകയാണ്. അങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൽ പലരും ശ്രോതാക്കളായി വരുമായിരുന്നു. അതിൽ ഒരു വ്യക്തിയാണ് എം മണി. അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ താല്പര്യത്തോടെ കേൾക്കുക മാത്രമല്ല അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയും ക്രമേണ പാർട്ടിയുടെ സജീവമായ പ്രവർത്തന രംഗത്തിലേക്ക് അദ്ദേഹം ആകൃഷ്ടനാകുകയും അതിൽ മുഴുകുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ അവരോടൊപ്പം എന്നും നിൽക്കുന്ന ഒരു നേതാവിന് അർഹമായ സ്ഥാനം ലഭിച്ചതിന്റെ സന്തോഷത്തിലുമാണ് വാസുകുട്ടൻ. എം മണിയെ മന്ത്രിയായി തെരഞ്ഞെടുത്ത ദിവസം രാവിലെയും ഇവർ കട്ടൻ ചായ കുടിച്ച് സൗഹൃദം പങ്കുവച്ചിരുന്നു. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വാസുകുട്ടനെ ഉൾപ്പെടുത്തിയ പോസ്റ്ററിലൂടെയാണ് എം മണി പ്രചരണം നടത്തിയതുപോലും. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിട്ടയറായ ഡോക്ടർ KA വാസുകുട്ടന് എം മണിയും അദ്ദേഹത്തിന് വാസുകുട്ടനും എന്നും അടർത്തി മാറ്റാൻ കഴിയാത്ത ബന്ധമാണ്. മന്ത്രിക്ക് ആശംസകൾ നേരുകയാണ് മണിയാശാന്റെ ആശാൻ. ക്യാമറാമാൻ അഖിലേഷിനൊപ്പം S ഷീജ, തിരുവനന്തപുരം. കാട്ടാനകളുടെ ആക്രമണത്തെ തുടർന്ന് ദിവസങ്ങളായി ജോലിക്ക് പോകാൻ കഴിയാതെ മലയോരത്തെ തോട്ടം തൊഴിലാളികൾ ദുരിതത്തിലാണ്. നിരവധി തവണ പരാതി നൽകിയിട്ടും വനം വകുപ്പ് നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ റോഡ് ഉപരോധിച്ചു. ഇടുക്കി ശാന്തൻപാറ പേത്തൊട്ടിയിൽ ദിവസങ്ങളായി നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കുന്ന കാട്ടാനക്കൂട്ടത്തിന്റെ വിളയാട്ടം തുടരുകയാണ്. കാർഷിക മേഖലയായ ഇവിടുത്തെ ഏലത്തോട്ടങ്ങളിലും സമീപ കൃഷിയിടങ്ങളിലുമാണ് ദിവസങ്ങളായി 6ഓളം കാട്ടാനകൾ വിഹരിക്കുന്നത്. നിരവധി തവണ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചിട്ടും നടപടിയില്ലാത്തതിനെ തുടർന്ന് പ്രകോപിതരായ നാട്ടുകാർ പ്രതിഷേധവുമായി റോഡ് ഉപരോധിച്ചു. ഞങ്ങളിവിടെ നിരാഹാരം കിടക്കും. ഇതിനുള്ള തീരുമാനം ഉണ്ടാകാതെ ഞങ്ങൾ ഇവിടെ എഴുന്നേറ്റ് പോകത്തില്ല. ഇപ്പോൾ 4-5 ദിവസമായിട്ട് ഭയങ്കര ശല്യം. ഒറ്റ മനുഷ്യർ ഇത് പകലിൽ വന്ന് തോട്ടത്തിൽ തയ്യാകത്ത് നിൽക്കുന്നുണ്ട്, അണങ്ങാതെ നിൽക്കുന്നുണ്ട്. ഒരാൾ 2 ആൾ 3 പേര് പണിക്ക് പോകുന്നവർ
ഭയങ്കര കഷ്ടം. ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ ഏരിയയിലൊക്കെ 5-5ാമത്തെ ദിവസം ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ ലോക്കലിൽ വന്നിട്ട് ഇന്നലെ തൊട്ട് ഇവിടെ സംഭരിച്ചേക്കുവാണ്. ആൾക്കാർ ഒത്തിരി പേർ ഓടി പരിക്കോട്ട് ആശുപത്രി പോയേക്കുന്നവരുണ്ട്. ഇവർക്ക് വീട്ടിൽ കടന്നുറങ്ങാൻ മേലാത്ത അവസ്ഥയല്ല. ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാഹചര്യം. റോഡ് സൈഡിൽ വരെ നിരവധി ആൾക്കാർക്ക് പരിക്കേട്ടുണ്ട്. ആനശല്യം രൂക്ഷമായതോടെ ഏലത്തോട്ടങ്ങളിൽ തൊഴിലാളികൾ പണിക്കിറങ്ങിയിട്ട് ദിവസങ്ങളായി. വനത്തിനോട് ചേർന്ന പ്രദേശത്ത് ആനശല്യം ഒഴിവാക്കാൻ കിടങ്ങ് നിർമ്മിക്കണമെന്നതാണ് നാട്ടുകാർ ഉയർത്തുന്ന ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തമിഴ്നാട് ചെങ്കോട്ടയിലെ കേരള വനംവകുപ്പിന്റെ 10 ഏക്കർ ഭൂമിയിൽ കശുമാവ് കൃഷി ചെയ്യാൻ കശുവണ്ടി കോർപ്പറേഷൻ സർക്കാരിന്റെ അനുമതി തേടി ഉടൻ കത്ത് നൽകും. തടി ഡിപ്പോയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്ഥലം കാഷ്യൂ കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ സന്ദർശിച്ചു. വനമന്ത്രി രാജുവുമായും അദ്ദേഹം ഫോണിൽ ബന്ധപ്പെട്ട് സഹകരണം തേടി. പതിറ്റാണ്ടുകളായി ഒന്നിനും ഉപയോഗിക്കാതെ കാടുപിടിച്ചു കിടക്കുകയാണ് ചെങ്കോട്ടയിലെ പെരിയപിള്ളൈ വനസൈ പഞ്ചായത്തിലെ കേരള വനം വകുപ്പിന്റെ 12 ഏക്കറോളം ഭൂമി. 500-ലധികം മരങ്ങളുണ്ടെങ്കിലും ഫലവൃക്ഷങ്ങൾ കുറവാണ്. ഇക്കൂട്ടത്തിൽ 40ഓളം കശുമാവുമുണ്ട്. കശുമാവ് കൃഷി ഫലപ്രദമായി ചെയ്യാനാകുമെന്ന വിലയിരുത്തലിലാണ് ഇവിടെയും കുറ്റാലത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥയിലുള്ള കുറ്റാലം കൊട്ടാരത്തിലെ 50 ഏക്കറോളം ഭൂമിയിലും കശുമാവ് കൃഷിക്ക് കാഷ്യൂ കോർപ്പറേഷൻ ആലോചിക്കുന്നത്. കൂടുതൽ വിളവ് അല്പകാലത്തിനുള്ളിൽ നൽകുന്ന പുതിയനം ബ്രീഡ് കശുമാവ് തൈകളാണ് നടുക എന്ന് സ്ഥലം സന്ദർശിച്ച കാഷ്യൂ കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ പറഞ്ഞു. ഈ സ്ഥലത്ത് മുഴുവൻ കശുമാവ് കൃഷി ചെയ്യുകയാണെങ്കിൽ 1000 മൂട് കശുമാവ് ഇതിനകത്ത് തന്നെ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇന്ന് സ്ഥലം സന്ദർശിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. ഇതോടൊപ്പം തന്നെയാണ് കേരള ഗവൺമെൻറ്റിന് തന്നെ ചുമതലയിൽ PWDയുടെ നിയന്ത്രണത്തിന് കീഴിലുള്ള കുറ്റാലം പാലസം അവിടെ 50 ഏക്കറോളം സ്ഥലം നമുക്ക് കശുമാവ് കൃഷിക്ക് അനുയോജ്യമാണ് എന്നുള്ള വിവരവും തമിഴ്നാട്ടിൽ വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആന്ധ്ര ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിലും കശുമാവ് കൃഷിക്ക് സ്ഥലം നൽകണമെന്നാവശ്യപ്പെട്ട് കേരള സർക്കാർ അവിടുത്തെ സർക്കാരുകളെയും സമീപിച്ചിട്ടുണ്ട്. ആഭ്യന്തര ഉൽപാദനത്തിലൂടെ കാഷ്യൂ കോർപ്പറേഷനും കാപെക്സിനും തോട്ടണ്ടി ക്ഷാമം പരിഹരിക്കാൻ കഴിയുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷ. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഫിഷറീസ് സർവകലാശാലയ്ക്ക് ICAR അംഗീകാരം നഷ്ടമായി. സർവകലാശാലയിൽ ക്രമക്കേട് നടന്നുവെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അംഗീകാരം റദ്ദാക്കിയത്. കെ ബാബു പ്രോസ് ചാൻസലറുടെ ചുമതല വഹിച്ചിരുന്ന കാലത്താണ് ക്രമക്കേട് നടന്നത്. ICAR അംഗീകാരം റദ്ദാക്കിയതോടെ സർവകലാശാലയ്ക്ക് ലഭിച്ചിരുന്ന കേന്ദ്ര ഫണ്ട് നഷ്ടമാകും. 2011 ഏപ്രിൽ 1-ാം തീയതി മുതലാണ് എറണാകുളം പനങ്ങാട് ഫിഷറീസ് സർവകലാശാല പ്രവർത്തനം തുടങ്ങിയത്. കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന്റെ അംഗീകാരവും സർവകലാശാലയ്ക്ക് ലഭിച്ചു. 5 വർഷം കൂടുമ്പോൾ ICAR പ്രത്യേക സംഘം സർവകലാശാലയിലെത്തി പ്രത്യേക പരിശോധന നടത്തിയ ശേഷമാണ് അംഗീകാരം പുതുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 22 മുതൽ 26 വരെ 5-അംഗ സംഘം സർവകലാശാലയിൽ സന്ദർശനം നടത്തിയിരുന്നു. സംഘം നടത്തിയ പരിശോധനയിൽ നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തി. ഫിഷറീസ് സർവകലാശാല ICAR മോഡൽ ആക്ട് നടപ്പിലാക്കിയില്ലെന്നായിരുന്നു പ്രധാന കണ്ടെത്തൽ. നെറ്റ് യോഗ്യതയില്ലാത്ത 7 പേരെ നിയമിച്ചതായും ICAR ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതായും പരിശോധനയിൽ വ്യക്തമായി. മുൻ മന്ത്രി കെ ബാബു പ്രോ ചാൻസലറായിരുന്ന കാലത്തായിരുന്നു ക്രമക്കേടുകൾ നടന്നത്. ഇത് സംബന്ധിച്ച് വിശദ റിപ്പോർട്ട് സംഘം ICARന് സമർപ്പിച്ചതിനെ തുടർന്നാണ് ഫിഷറീസ് സർവകലാശാലയുടെ ICAR അംഗീകാരം റദ്ദാക്കിയത്. ഇതേ തുടർന്ന് സർവകലാശാലയുടെ സമഗ്ര വികസനത്തിന് ലഭിച്ചിരുന്ന 2 കോടിയോളം വരുന്ന കേന്ദ്ര ഫണ്ട് നഷ്ടമാകും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ആദ്യ ആകാശയാത്രയുടെ ത്രില്ലിലാണ് അടൂർ തൃച്ചേന്തമംഗലം സർക്കാർ ഹൈസ്കൂളിലെ കുട്ടികൾ. പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇവർക്ക് സൗജന്യമായി ആകാശയാത്രയ്ക്ക് അവസരമൊരുക്കിയത്. ആവേശവും അമ്പരപ്പുമാണ് ഇപ്പോഴും ബാക്കി. ആകാശങ്ങളിലും മേഘങ്ങളും മഞ്ഞ് പോലെ യാത്ര നല്ലതായിരുന്നു. ആദ്യമേ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി, ചെവി അടയുന്നൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾക്ക് ഒരുപാട് രസിക്കാൻ പറ്റി. നല്ലതായിരുന്നു. എന്തുകൊണ്ട് തൃച്ചേന്തമംഗലം ഗവൺമെന്റ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ യാത്രയ്ക്ക് അവസരമൊരുക്കിയത്. 90% കുഞ്ഞുങ്ങളും തീവണ്ടിയിൽ പോലും കയറിയിട്ടില്ല. കോഴിക്കോട് കാണാത്ത കുഞ്ഞുങ്ങളാണ് 98%. തലസ്ഥാന നഗരി പോലും കാണാത്ത കുഞ്ഞുങ്ങളാണ് 90%. അങ്ങനെയുള്ള അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. 70-അംഗ സംഘം രാവിലെ 8:30 തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട്ടേക്ക് പറന്നെത്തി. മടക്കം തീവണ്ടിയിലും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കാസർഗോഡ് ചെറുവത്തൂർ വിജയബാങ്ക് കവർച്ച കേസിൽ 1 മുതൽ 5 വരെ പ്രതികൾക്ക് 7 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചു. 1.25 കോടി രൂപ 5 പ്രതികളും ചേർന്ന് അടയ്ക്കണം. ഇതിൽ നിന്ന് 75 ലക്ഷം രൂപ ബാങ്കിന് നൽകണം. കാസർഗോഡ് CJM കോടതിയാണ് ശിക്ഷ വിധിച്ചത്.
കാസർഗോഡ് ചെറുവത്തൂരിലെ വിജയ ബാങ്ക് കവർച്ചാ കേസിൽ പ്രതികളിൽ 5 പേർക്ക് കാസർഗോഡ് CJM കോടതി കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പരമാവധി ശിക്ഷ വിധിച്ചു. പ്രതികൾ 7 വർഷം വീതം കഠിന തടവ് അനുഭവിക്കണം. വിവിധ വകുപ്പുകൾ പ്രകാരം കൂടുതൽ തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിലും ഇവ ഒരുമിച്ച് 7 വർഷം അനുഭവിച്ചാൽ മതി. പിഴ അടച്ചില്ലെങ്കിൽ 6 മാസം കഠിന തടവ് കൂടി അനുഭവിക്കണം. 5 പ്രതികൾക്കും കൂടി 1.25 കോടി രൂപ കോടതി പിഴശിക്ഷ ചുമത്തിയിട്ടുണ്ട്. കർണാടക കുടക് സ്വദേശി S. സുലൈമാൻ, കാഞ്ഞങ്ങാട് കല്ലഞ്ചിറയിലെ അബ്ദുൾ ലത്തീഫ്, കാഞ്ഞങ്ങാട് കുശാൽ നഗറിലെ മുബഷീർ, ഇടുക്കി സ്വദേശി രാജേഷ് മുരളി, ചെർക്കളയിലെ മനാഫ് എന്നിവരെയാണ് ശിക്ഷിച്ചത്. 6-ാം പ്രതി അഷ്റഫ് ഒളിവിലാണ്. 7-ാം പ്രതി അബ്ദുൾ ഖാദറിനെ കോടതി വിട്ടയച്ചു. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നേടിക്കൊടുക്കുവാൻ പ്രോസിക്യൂഷന് സാധിച്ചതായി ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസ് K. പ്രഭാകരൻ പറഞ്ഞു. എല്ലാ പ്രതികൾക്കും 7 വർഷം കഠിന തടവും 7,50,000 രൂപ വീതം പിഴയും അതുപോലെ തന്നെ ക്രിമിനൽ ഗൂഢാലോചന എന്നുള്ള കുറ്റം മുഴുവൻ പ്രതികളും നടത്തിയിട്ടുണ്ടെന്നും കോടതി കണ്ടെത്തിയിരിക്കുന്നു. വിധിയിൽ പൂർണ്ണ സംതൃപ്തിയുണ്ടെന്ന് വിജയ ബാങ്ക് കോഴിക്കോട് റീജിയണൽ ചീഫ് മാനേജർ ശ്രീനിവാസ് റെഡ്ഡി പറഞ്ഞു. We are very happy with the judgment given by the court today. The culprits were punished to the maximum what the court has given. 2015 സെപ്റ്റംബർ 25-നും 27-നും ഇടയിലാണ് 1-ാം നിലയിൽ പ്രവർത്തിച്ചിരുന്ന വിജയ ബാങ്കിന്റെ തറ തുറന്ന് കവർച്ച നടത്തിയത്. 5 കോടി രൂപ വിലമതിക്കുന്ന 20 കിലോ സ്വർണ്ണാഭരണങ്ങളും 3 ലക്ഷം രൂപയുമാണ് കൊള്ളയടിച്ചത്. ഇതിൽ 17.5 കിലോ സ്വർണവും 55,000 രൂപയും വീണ്ടെടുക്കുവാൻ പോലീസിന് സാധിച്ചു. അന്നത്തെ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ S. ശ്രീനിവാസ്, കാഞ്ഞങ്ങാട് DYSP ആയിരുന്ന ഹരിചന്ദ്രൻ നായിക് എന്നിവരുടെ മേൽനോട്ടത്തിൽ CIമാരായ K. E. പ്രേമചന്ദ്രൻ, CK. സുനിൽകുമാർ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് കേസ് അന്വേഷിച്ചത്. 1-ാം പ്രതി സുലൈമാൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ സിം കേസിന് തുമ്പുണ്ടാക്കാൻ നിർണായക തെളിവായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മലപ്പുറം കൊടിഞ്ഞിയിൽ മതം മാറിയ പുല്ലാനി ഫൈസൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ 8 പേർ പോലീസ് കസ്റ്റഡിയിലായി. ഫൈസലിന്റെ ബന്ധുവടക്കം കൊലപാതകത്തിന് ഗൂഢാലോചന നടത്തിയവരാണ് കസ്റ്റഡിയിലുള്ളത്. RSS പ്രവർത്തകരാണ് കൊലയ്ക്ക് പിന്നിലെന്ന് നേരത്തെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇസ്ലാം മതം സ്വീകരിച്ചതിന് പിന്നിലെ വിരോധമാണ് കൊലയ്ക്ക് കാരണമായതെന്നാണ് പോലീസ് കരുതുന്നത്. പിടിയിലായവരെല്ലാം ഗൂഢാലോചനയിൽ പങ്കെടുത്തവരാണ്. ഇതിൽ അടുത്ത ബന്ധുക്കളുമുണ്ട്. സഹോദരി ഭർത്താവാണ് കൊലയാളി സംഘത്തിന് ഫൈസലിനെ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറിയത്. കൃത്യം നടത്തിയ സംഘത്തെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ഇയാളെ ചോദ്യം ചെയ്തതോടെ പോലീസിന് ലഭിച്ചിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പേരെ പോലീസ് ചോദ്യം ചെയ്തു കഴിഞ്ഞു. പ്രതികൾ മുഴുവൻ ഉടൻ പിടിയിലാവുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. ശനിയാഴ്ച പുലർച്ചെയാണ് വെട്ടേറ്റ് കിടന്ന ഫൈസലിന്റെ മൃതദേഹം കൊടിഞ്ഞി ഫാറൂഖ് നഗർ റോഡിൽ കണ്ടത്. ഗൾഫിൽ വെച്ച് ഇസ്ലാം മതം സ്വീകരിച്ച ഫൈസലിനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ RSS സംഘമാണെന്ന് നേരത്തെ പോലീസിന് വിവരമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കൊട്ടേഷൻ കേസിൽ കോൺഗ്രസ് നേതാക്കളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. മരട് നഗരസഭ വൈസ് ചെയർമാനായ ആന്റണി ആശാൻപറമ്പിലിന്റെയും കൗൺസിലർ ജിൻസൺ പീറ്ററിന്റെയും ജാമ്യാപേക്ഷയാണ് എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിരസിച്ചത്. ഇതിനിടെ ഈ കേസിൽ കുപ്രസിദ്ധ ഗുണ്ട ഭായ് നസീർ ഉൾപ്പെടെ 5 പ്രതികൾ കൂടി അറസ്റ്റിലായി. മരട് സ്വദേശിയും കരാറുകാരനുമായ INTUC പ്രവർത്തകൻ AM ഷുക്കൂറിനെ ഗുണ്ടകളെ വിട്ട് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിലാണ് കോൺഗ്രസ് നേതാക്കൾ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നത്. മരട് നഗരസഭ വൈസ് ചെയർമാൻ ആന്റണി ആശാൻപറമ്പിലിന്റെയും കൗൺസിലർ ജിൻസി പീറ്ററിന്റെയും അപേക്ഷ എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. പ്രതികൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചാൽ പരാതിക്കാരനെ ഭീഷണിപ്പെടുത്താനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്നും രാഷ്ട്രീയ ബന്ധമുള്ള പ്രതികൾ സാക്ഷികളെ സ്വാധീനിക്കുമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചു. അതിനാൽ ഇരുവർക്കും മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്നും പ്രോസിക്യൂട്ടർ G. വിജയൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. വാദം അംഗീകരിച്ച കോടതി ഇരുവരുടെയും അപേക്ഷ തള്ളുകയായിരുന്നു. ഒളിവിൽ പോയ പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം തുടരുകയാണ്. ഇവർ കേരളം വിട്ടുപോയതായാണ് സൂചന. ഏറ്റെടുത്ത കരാർ ജോലിയിൽ നിന്ന് പിന്തിരിയണമെന്നാവശ്യപ്പെട്ട് 2013 തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു ഷുക്കൂറിന്റെ പരാതി. ഇതിന്റെ തുടർച്ചയായി കഴിഞ്ഞ ഓഗസ്റ്റിലും പ്രതികൾ വീട്ടിലെത്തി കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. കേസിൽ ഇവരുടെ കൂട്ടാളികളായ 9 പ്രതികളാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത്. നേരത്തെ പിടിയിലായ 4 പേർക്കൊപ്പം കൊച്ചിയിലെ പ്രമുഖ ഗുണ്ടാത്തലവൻ ഭായ് നസീർ ഉൾപ്പെടെയുള്ള 5 പ്രതികൾ ഇന്നാണ് അറസ്റ്റിലായത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തലശ്ശേരി ഫസൽ വധക്കേസിൽ തങ്ങളുടെ നിരപരാധിത്വം കോടതിക്ക് ബോധ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കാരായി രാജൻ. ഫസൽ വധത്തിനു പിന്നിൽ താൻ ഉൾപ്പെടുന്ന RSS പ്രവർത്തകരാണെന്ന സുബീഷിന്റെ മൊഴിയുടെ പശ്ചാത്തലത്തിലാണ് കാരായി രാജന്റെ പ്രതികരണം. കേസുമായി യാതൊരു ബന്ധവുമില്ലെന്ന് CBIയോടും കോടതിയോടും ആവർത്തിച്ചതാണ്. നീതിന്യായ സംവിധാനത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും കാരായി രാജൻ പറഞ്ഞു. തലശ്ശേരിയിൽ NDF പ്രവർത്തകനായിരുന്ന ഫസലിന്റെ കൊലപാതകത്തിന് പിന്നിൽ താൻ ഉൾപ്പെടുന്ന RSS പ്രവർത്തകരാണെന്നാണ് പടുവിലായി മോഹനൻ വധക്കേസിലെ പ്രതി സുബീഷ് കഴിഞ്ഞ ദിവസം പോലീസിന് മൊഴി നൽകിയത്. മൊഴിയുടെ ശബ്ദരേഖയും വീഡിയോയും അടങ്ങുന്ന തെളിവുകൾ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി DGPക്കും മുഖ്യമന്ത്രിക്കും സമർപ്പിച്ചിരുന്നു.
CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജനും തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം ചന്ദ്രശേഖരനും ഉൾപ്പെടെ പ്രതികളാണെന്ന് CBI കണ്ടെത്തിയ കേസിലാണ് സുപ്രധാന മൊഴി പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് തങ്ങളുടെ നിരപരാധിത്വം കോടതിക്ക് ബോധ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കാരായി രാജൻ പ്രതികരിച്ചത്. ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമാവുന്നില്ലെങ്കിൽ നുണപരിശോധന നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. നീതിന്യായ സംവിധാനങ്ങൾക്ക് സത്യം കണ്ടെത്താൻ സാധിക്കും. അതിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ബഹുമാനപ്പെട്ട കോടതിക്കും ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടും എന്ന് ഞങ്ങൾക്കറിയാം. കേസിൽ പ്രതികളായ ശേഷം കാരായി രാജനും ചന്ദ്രശേഖരനും കണ്ണൂരിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് ഇപ്പോഴും തുടരുകയാണ്. ജാമ്യം ലഭിച്ചെങ്കിലും വിലക്ക് മാറാത്തതിനാൽ കഴിഞ്ഞ 4 വർഷമായി എറണാകുളത്താണ് ഇരുവരും താമസിക്കുന്നത്. ഇതിനിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച കാരായി രാജൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായും ചന്ദ്രശേഖരൻ തലശ്ശേരി മുനിസിപ്പൽ ചെയർമാനായും തെരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ കണ്ണൂരിൽ പ്രവേശിക്കാനാകാത്തതിനാൽ ഇരുവരും സ്ഥാനം രാജിവെക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കറൻസി ക്ഷാമം വ്യാപാര വ്യവസായ കാർഷിക മേഖലയിലുണ്ടാക്കിയ പ്രതിസന്ധികൾക്ക് പരിഹാരം ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയനാട്ടിൽ ഇന്ന് വ്യാപാരികൾ ഹർത്താൽ ആചരിച്ചു. നോട്ട് പിൻവലിക്കലിലൂടെ ഈ മേഖലയിൽ തകർച്ചയെ നേരിടുന്ന പശ്ചാത്തലത്തിലാണ് ഹർത്താൽ നടത്തിയത്. ഹർത്താലിനോടനുബന്ധിച്ച് കൈനാട്ടിയിലെ ഇൻകം ടാക്സ് ഓഫീസിലേക്ക് വ്യാപാരികൾ മാർച്ച് സംഘടിപ്പിച്ചു. ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ച് ജില്ലയിലെ പെട്രോൾ പമ്പുകളും അടച്ചിട്ടു. അതേസമയം വ്യാപാരി വ്യവസായ സമിതി ഹർത്താലിൽ പങ്കെടുത്തില്ല. പ്രമുഖ ഭൗതിക ശാസ്ത്രജ്ഞനും മുൻ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രിയുമായ MGK മേനോൻ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. ദില്ലിയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കഴിഞ്ഞ 5 പതിറ്റാണ്ടിനുള്ളിൽ രാജ്യത്തെ ശാസ്ത്ര സാങ്കേതിക വളർച്ചയിൽ ദീർഘവീക്ഷണത്തോടെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ശാസ്ത്രജ്ഞനാണ് MGK മേനോൻ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്റ് ഡിജിറ്റൽ കേബിൾ TV പ്രദർശനമേളയായ മെഗാ കേബിൾ ഫെസ്റ്റ് ഈ മാസം 24 മുതൽ 26 വരെ കൊച്ചിയിൽ നടക്കും. ന്യൂ ജനറേഷൻ കേബിൾ TV, ബ്രോഡ്ബാൻഡ് തുടങ്ങിയ മേഖലയിലെ പുതിയ ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം പ്രമുഖർ നയിക്കുന്ന സെമിനാറുകളും മേളയിൽ ഉണ്ടാകും. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കേബിൾ സ്കാൻ മാഗസിനും സംഘടിപ്പിക്കുന്ന മേളയ്ക്ക് പ്രവേശനം സൗജന്യമാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ COA ഭാരവാഹികളായ KV രാജൻ, NE ഹരികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അടിയന്തര ഘട്ടങ്ങളിൽ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി 5 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ബെയിലി പാലം ഇന്ന് നാശോന്മുഖമായി കൊണ്ടിരിക്കുകയാണ്. പാലം അയ്യപ്പന്മാർ പൂർണ്ണമായും കൈവിട്ട മട്ടാണ്. ദേവസ്വം ബോർഡാണെങ്കിൽ ഈ വഴിക്ക് തിരിഞ്ഞു നോക്കാറ് പോലുമില്ല. 2011 നവംബർ 7-നാണ് ബെയിലി പാലം എന്നറിയപ്പെടുന്ന ശരണസേതു നിർമ്മിച്ചത്. ശബരിമലയിലെ തിരക്ക് അനിയന്ത്രിതമായി വന്നപ്പോൾ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ചേർന്നാണ് ശരണസേതു നിർമ്മിക്കാൻ മുൻകൈയെടുത്തത്. സന്നിധാനത്ത് വന്ന അയ്യപ്പനെ തൊഴുത് തിരിച്ചു പോകുന്നവരെ തിരക്കിൽ നിന്നും മാറ്റി വഴിതിരിച്ച് പമ്പയിലേക്ക് എത്താൻ വേണ്ടിയാണ് ഈ പാലം നിർമ്മിച്ചതും. 4 കോടി രൂപ മുടക്കി സൈന്യത്തെ കൊണ്ട് അടിയന്തര പ്രാധാന്യത്തോടെയായിരുന്നു പാലം നിർമ്മാണം. എന്നാൽ പാലത്തിലേക്ക് ഇറങ്ങാനുള്ള വലിയ ഇറക്കവും പാലം കഴിഞ്ഞുള്ള വലിയ കയറ്റവും കാരണം അയ്യപ്പന്മാർ ഈ പാലത്തെ കൈവിട്ട മട്ടാണ്. പാലം നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഈ അപാകത പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇപ്പോൾ പാലം ദ്രവിച്ച് നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. വല്ലപ്പോഴും വരുന്ന ട്രാക്ടറും വിരലിലെണ്ണാൻ സാധിക്കുന്ന അയ്യപ്പന്മാരുമാണ് ഇപ്പോൾ ഈ പാലം ഉപയോഗിക്കുന്നതും. സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കാൻ അടിയന്തര പ്രാധാന്യം നൽകി കോടികൾ ചെലവഴിച്ചാണ് ദേവസ്വം ബോർഡ് ഈ പാലം പണിതത്. എന്നാൽ ഇത് ദ്രവിച്ചു തീരുന്നു എന്നല്ലാതെ ദേവസ്വം ബോർഡ് അധികൃതർ പോലും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ല. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ. ശബരിമല ക്ഷേത്രത്തിന്റെ പേര് മാറ്റൽ സ്ത്രീ പ്രവേശന കേസിൽ വളഞ്ഞ വഴിയിലൂടെ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. പേര് മാറ്റാൻ ദേവസ്വം ബോർഡിന് അധികാരമില്ല. ഇത് നിയമവിരുദ്ധമാണ്. ഇക്കാര്യത്തിൽ നിയമവശങ്ങൾ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ നിശ്ചയമായിട്ടും അത്തരമൊരു നിയമവിരുദ്ധ തീരുമാനം എങ്ങനെ സ്വീകരിച്ചു എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. അത് ഗവൺമെന്റ് അന്വേഷിക്കും. ആവശ്യം വേണ്ടതായിട്ടുള്ള നടപടികളിലേക്ക് ഗവൺമെന്റ് പോകും. പിൻവാതിലൂടെ സഞ്ചരിച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് തങ്ങൾക്ക് അനുകൂലമായി കോടതിയുടെ താല്പര്യങ്ങളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതല്ലേ. കോടതി അതിൻ്റെ സമസ്ത തലങ്ങളും വിശദമായിട്ട് പരിശോധിക്കട്ടെ. നിയമവ്യവസ്ഥയെ തന്നെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഈ വളഞ്ഞ വഴി സ്വീകരിക്കാൻ പാടുണ്ടോ? അസാധുവാക്കപ്പെട്ട നോട്ടുകൾ മാറ്റിയെടുക്കുന്നതിന് സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങൾക്ക് അവകാശം വേണമെന്ന പ്രമേയം നിയമസഭ പാസാക്കി. BJP അംഗം O രാജഗോപാലിന്റെ എതിർപ്പോടെയാണ് പ്രമേയം പാസാക്കിയത്. സഹകരണ ബാങ്കുകളിൽ പണം നിക്ഷേപിച്ചവർക്ക് ഒരു ചില്ലിക്കാശ് പോലും നഷ്ടമാകില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര നീക്കങ്ങൾ 4 മണിക്കൂർ 15 മിനിറ്റ് നീണ്ട പ്രത്യേക സമ്മേളനത്തിൽ നിയമസഭ ചർച്ച ചെയ്തു. പിന്നീട് നോട്ടുമാറ്റത്തിൽ സഹകരണ ബാങ്കുകളോട് വേർതിരിവ് പാടില്ലെന്ന് പ്രമേയം പാസാക്കി. സഹകരണ സ്ഥാപനങ്ങളിൽ പണം നിക്ഷേപിച്ചവർക്ക് ഒരു ചില്ലിക്കാശ് പോലും നഷ്ടപ്പെടില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. നമ്മുടെ നാട്ടിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ
ഇടപാടുകാരായിട്ടുള്ളവർ, നിക്ഷേപിച്ചിട്ടുള്ളവർ അവരൊന്നും ഇത്തരം ഒരവസ്ഥയിൽ ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. അവിടെ നിക്ഷേപിച്ച പണത്തിൽ ഒരു ചില്ലി കാശ് പോലും നഷ്ടപ്പെടില്ല എന്ന ഗ്യാരണ്ടി സംസ്ഥാന ഗവൺമെൻറ് നൽകുകയാണ്. ആ പണത്തിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ആശങ്കയും ഉണ്ടാകേണ്ടതായിട്ടില്ല. സങ്കുചിത രാഷ്ട്രീയം മറന്ന് കേന്ദ്ര നീക്കങ്ങൾക്കെതിരെ ഒന്നിച്ചു നിൽക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സഹകരണ മേഖലയെ തകർത്തുകൊണ്ട് ഈ നാട്ടിലെ കള്ളപ്പണക്കാർക്കും കൊള്ള പലിശക്കാർക്കും ഹുണ്ടിക വ്യാപാരികൾക്കും കഴുത്തറപ്പൻ പലിശക്കാർക്കും വേണ്ടി കേരളത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കാനുള്ള നരേന്ദ്രമോദിയുടെ ശ്രമത്തെ എന്ത് വില കൊടുത്തും പരാജയപ്പെടുത്തും എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. കള്ളപ്പണം വെളുപ്പിക്കാനുള്ള സ്ഥാപനങ്ങളായി സഹകരണ ബാങ്കുകളെ മാറ്റുന്നുവെന്നായിരുന്നു ഒ രാജഗോപാലിന്റെ വിയോജിപ്പ്. നിർഭാഗ്യവശാൽ ആ സഹകരണ സ്ഥാപനങ്ങൾ എന്തുദ്ദേശം കൊണ്ടാണോ വന്നിട്ടുള്ളത് അതിന് വിരുദ്ധമായിട്ട് ഇപ്പോൾ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ ബാങ്കുകളിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കാണുന്നു. സംസ്ഥാനത്ത് നിന്നുള്ള സർവകക്ഷി സംഘം 24-ാം തീയതി വ്യാഴാഴ്ച ദില്ലിയിലെത്തി പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും കാണും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നോട്ട് മാറ്റത്തെ തുടർന്ന് സഹകരണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള എംപിമാർ പാർലമെന്റിന് മുന്നിൽ ധർണ നടത്തി. കേരളത്തിലെ പ്രശ്നത്തോട് പ്രധാനമന്ത്രി മുഖം തിരിച്ചു നിൽക്കുകയാണെന്ന് എംപിമാർ കുറ്റപ്പെടുത്തി. LDF, UDF എംപിമാർ സംയുക്തമായായിരുന്നു പ്രതിഷേധം നടത്തിയത്. നോട്ടുകൾ നിരോധിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ ഉണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എംപിമാർ ധർണ നടത്തിയത്. പാർലമെന്റിന് മുമ്പിൽ നടത്തിയ ധർണയിൽ LDF, UDF എംപിമാർ സംയുക്തമായി പങ്കെടുത്തു. സംസ്ഥാനത്തെ ഗ്രാമീണ മേഖലയിലെ 90% വരുന്ന നിക്ഷേപങ്ങളെ ആശങ്കയിലാക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടിയെന്ന് എംപിമാർ കുറ്റപ്പെടുത്തി. സഹകരണ ബാങ്കുകളിൽ ആദായ നികുതി വകുപ്പിന് എപ്പോൾ വേണമെങ്കിലും പരിശോധന നടത്താമെന്നും കേരള സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ ധനമന്ത്രാലയത്തിന്റെ പരാതി തീർന്നതാണെന്നും ഇനിയെങ്കിലും സഹകരണ ബാങ്കുകൾക്കുള്ള നിയന്ത്രണം എടുത്തുകളയണമെന്നും ധർണയിൽ സംസാരിച്ച AK ആന്റണി ആവശ്യപ്പെട്ടു. കേരളത്തിലെ സഹകരണ സംഘങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടാൽ കണക്കുകൾ പരിശോധിക്കാൻ, കണക്കുകൾ നൽകാൻ തയ്യാറാണെന്ന് കേരള ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നു. സഹകരണ പ്രസ്ഥാനങ്ങൾ പറഞ്ഞു. ഇനി എന്താ ന്യായം? ഇവിടെ കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് നൽകിയിരിക്കുന്ന അതേ അധികാരം, അവകാശം ജനകീയ പ്രസ്ഥാനമായ സഹകരണ ബാങ്കുകൾക്ക് നൽകണം. കേരളത്തിന്റെ ആശങ്ക അറിയിക്കാൻ പലതവണ ശ്രമിച്ചെങ്കിലും പ്രധാനമന്ത്രി എംപിമാർക്ക് അനുമതി നിഷേധിച്ചെന്ന് P. കരുണാകരൻ MP ചൂണ്ടിക്കാട്ടി. സാധാരണക്കാരെ വലയ്ക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. 14,000-ഓളം ബ്ലേഡ് കമ്പനികൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഈ സഹകരണ പ്രസ്ഥാനം തകർന്നാൽ യഥാർത്ഥത്തിൽ ഈ ബ്ലേഡ് കമ്പനികൾക്കായിരിക്കും അതിന് ഗുണം കിട്ടുക. സഹകരണ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി കേരള മുഖ്യമന്ത്രി, എംപിമാർ എന്നിവർ കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയെ കണ്ടിരുന്നു. പക്ഷെ അനുകൂല തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധ ധർണ. ന്യൂസ് ബ്യൂറോ, ദില്ലി. സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കില്ലെന്ന് ഭയപ്പെട്ട് ജീവനൊടുക്കിയ എരുമേലി പമ്പവാലി സ്വദേശി ഓമനക്കുട്ടൻപിള്ളയുടെ മൃതദേഹം സംസ്കരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിക്കുകയായിരുന്നു. റിപ്പോർട്ടിന് ശേഷം 7 മണി വാർത്തകളുമായി ധന്യചേരും. നമസ്കാരം. കോട്ടയത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ 8 വർഷക്കാലം ജോലി ചെയ്ത ഓമനക്കുട്ടൻ പിള്ളയ്ക്ക് ജോലിയിൽ നിന്നും വിരമിച്ചപ്പോൾ 5 ലക്ഷം രൂപ ലഭിച്ചിരുന്നു. ഇതിൽ നിന്നും 4.5 ലക്ഷം രൂപ ഇദ്ദേഹം കണമല സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്തു. നോട്ട് പ്രതിസന്ധി നേരിടുന്ന നിലവിലെ സാഹചര്യത്തിൽ തന്റെ പണം പിൻവലിക്കാനായി ഓമനക്കുട്ടൻ പിള്ള പലതവണ ബാങ്കിൽ കയറിയിറങ്ങിയെങ്കിലും വലിയ തുക പിൻവലിക്കുന്നതിനുള്ള നിയന്ത്രണം സംബന്ധിച്ച് ബാങ്ക് അധികൃതർ ഇദ്ദേഹത്തെ അറിയിച്ചു. ഇതോടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്ന ഓമനക്കുട്ടൻ പിള്ള വീട്ടിലെത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. എനിക്ക് കഴിയാൻ ഇതുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസത്തോടെയായിരുന്നു പുള്ളി കഴിഞ്ഞിരുന്നത്. ഈ പ്രതിസന്ധി രൂക്ഷമാകാൻ കാര്യം ഈ സംഭവം നടക്കുന്ന ദിവസം പുള്ളി ഉച്ചവരെ അവിടെ 2 മണിക്ക് ശേഷവും പത്രം വായിച്ചുകൊണ്ട് വീടിന്റെ തിണ്ണയിലെ വരാന്തയിൽ ഇരുന്നിരുന്നു. വളരെയേറെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച, അല്ലെങ്കിൽ അവരുടെ സ്വന്തം കള്ളപ്പണമൊക്കെ പിടിച്ചോട്ടെ, ഇത് വളരെയേറെ ആളുകളെ ദുസ്സഹമാക്കുന്നു, ആളുകൾക്ക് ജീവിതത്തിൽ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമായി പോയി. ഇതുപോലെ ധാരാളം ആളുകളും ഈ വക്കിലെത്തി, ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്നുമുണ്ട്. ഭാര്യയും മകനും മരുമകളും വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു സംഭവം. എരുമേലി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടി സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.